റോയൽ കൊച്ചിൻ മൊബൈൽസിന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും വമ്പിച്ച വിലക്കുറവിൽ തവണ അവസ്ഥയിൽ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം. അതും 0 ഡൗൺ പേയ്മെന്റ്, കൂടെ നിരവധി സമ്മാനങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും, പുതിയ മൊബൈൽ സ്വന്തമാക്കൂ, അതും തവണ അവസ്ഥയിൽ. ആനിവേഴ്സറി ഗംഭീര ഓഫർ. മൊബൈൽ അക്സസറീസുകൾ വാങ്ങൂ, ബൈ 1 ഗെറ്റ് 1 ഓഫർ സ്വന്തമാക്കൂ. 250 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ഇനി ഒരു യൂസ്ഡ് ഫോണാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതും ഇവിടെ ലഭ്യമാണ്. കുറഞ്ഞ വിലയിൽ അധികം പഴക്കം ചെല്ലാത്ത സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കും, കൂടാതെ ഡെമോ ഫോണുകൾ. നിങ്ങളുടെ ഫോൺ കംപ്ലൈന്റ് ആയോ? ഫോൺ ഏതുമാകട്ടെ, ഐഫോണോ ആൻഡ്രോയിഡോ, സർവീസ് ചെയ്യുന്നത് അടുത്തിരുന്ന് കാണാൻ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ മാറുന്ന ഡിസ്പ്ലേ പൊട്ടിയാലും മാറിക്കിട്ടും. അന്വേഷണത്തോടനുബന്ധിച്ച് ഡിസ്പ്ലേ മാറുന്ന എല്ലാ കസ്റ്റമറിനും ഒരു നെറ്റ് ബാൻഡ് തികച്ചും സൗജന്യം. സ്ത്രീ പരിരക്ഷയ്ക്കുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ സമൂഹത്തിന്റെ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവ് സൃഷ്ടിക്കൽ ലക്ഷ്യം വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്ക് പരിരക്ഷ നൽകുന്നതിനുള്ള നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് സമൂഹത്തിന്റെ ആകെ ഇടപെടലുണ്ടെന്ന തിരിച്ചറിവ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി വ്യോമയാന മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കഴിഞ്ഞ 29 വർഷക്കാലമായി കേരള വനിതാ കമ്മീഷൻ കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച് ഈ പൊതുസമൂഹത്തിൽ ധാരണയുണ്ടാക്കാൻ, സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരായി ആ വിവേചനങ്ങൾക്ക് അറുതി വരുത്താനുള്ള സമീപനം സ്വീകരിക്കാൻ, അതുവഴി സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനാൽ നിയുക്തമായിട്ടുള്ള ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് കേരള വനിതാ കമ്മീഷൻ എന്നുള്ളത്. 1990 കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് 96 ശ്രീമതി സുഗതകുമാരി ടീച്ചർ അധ്യക്ഷയായിക്കൊണ്ടുള്ള പ്രഥമ വനിതാ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 29 വർഷക്കാലത്തിലേറെയായി കേരളത്തിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും, സ്ത്രീകളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാനും, എവിടങ്ങളിലൊക്കെ സ്ത്രീകൾ വിവേചനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എവിടെയെല്ലാം ചൂഷണം നേരിടുന്നുണ്ടോ, അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് സമത്വ സുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷം, ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കണം സ്ത്രീകൾ എന്ന് അനുശാസിക്കുന്ന ഒരു സാഹചര്യം, സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ വിവിധ മേഖലകളിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും തൊഴിലിടങ്ങളിൽ സ്ത്രീ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുമാണ് പബ്ലിക് ഹിയറിംഗുകൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിലുള്ള ഹിയറിംഗുകൾ നടത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടാക്കാൻ തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന എല്ലാ നടപടികളും ഉറപ്പുവരുത്താനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറെ ബുദ്ധിമുട്ടുന്നത് സ്ത്രീകളാണ്. ലഹരി കേസുകളിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന സ്ഥിതിയും ഇന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എക്സൈസ്, പോലീസ് വകുപ്പുകളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും സതീദേവി പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന പബ്ലിക് ഹിയറിംഗിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അധ്യക്ഷത വഹിച്ചു. സിയാൽ ഡയറക്ടർ ജി മനു മുഖ്യാതിഥിയായി. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാ മണി, റിസർച്ച് ഓഫീസർ MR അർച്ചന, സിയാൽ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം ജനറൽ മാനേജർ N ജ്യോതി തുടങ്ങിയവർ സന്നിഹിതരായി. വ്യോമയാന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുറന്നു പറയുന്നതിനുള്ള അവസരം വേദിയായിട്ടായിരുന്നു പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. വിവിധ വിമാന കമ്പനികൾ, വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന 120 വനിതകൾ ഹിയറിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം.